Hello friends, welcome to the channel. 𝙑𝙞𝙙𝙬𝙧 channel. I am Ajay. അപ്പോൾ നമ്മളൊന്ന് BSNL FTTH യൂസേഴ്സിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ് വന്നത്. ആക്ച്വലി ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് പുതിയ യൂസേഴ്സിനും അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 449 പ്ലാനിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. 449 പ്ലാൻ നിങ്ങൾക്കറിയാം ഒരു പ്രൊമോഷണൽ പ്ലാൻ ആയിരുന്നു. എന്ന് വെച്ചാൽ 6 months വരെ നമുക്ക് കിട്ടുള്ളൂ കൊടുക്കും പുതിയ കണക്ഷനുകൾക്ക്. പ്രത്യേകിച്ച് അത് പുതിയ കണക്ഷന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 590 മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ BSNL അത് ഓൾമോസ്റ്റ് ഒരു പെർമനൻ്റ് ആക്കാനുള്ള ഒരു 95% ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. അതിൻ്റെ ന്യൂസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 6 മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 6 മാസം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ 590 ഡൈവേർട്ട് ആവില്ല. പിന്നെയും ഒരു 6 മാസത്തേക്ക് കിട്ടും. എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു 1 year വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി തീരുമാനമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ 1 year 12 months ഓൾറെഡി ഇപ്പോൾ ആനുവലായിട്ട് വേണമെങ്കിൽ ബില്ല് അടയ്ക്കാം അതിൻ്റെ 449 പ്ലാനിൻ്റെ. അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മന്ത് കൂടി എക്സ്ട്രാ കിട്ടുന്നത് 13 മാസം കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ചോദ്യം വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ പ്ലാൻ ഉപയോഗിക്കുന്നവരുണ്ടാവില്ല. ഇപ്പോൾ 599 പ്ലാൻ ഉപയോഗിക്കുന്നവരോ ഞാൻ ഇപ്പോൾ 599 പ്ലാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേറെ അതുപോലെ 999 799 അങ്ങനത്തെ പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് 449 പ്ലാൻ കിട്ടുമെന്നാണ് പിന്നെയുള്ള സംശയം. എന്ന് വെച്ചാൽ കുറേ പേർക്ക് അത്ര ആവശ്യം വരുന്നുണ്ടാവില്ല. ചിലപ്പോൾ 599 പ്ലാൻ്റെ ആവശ്യം ഉണ്ടാവില്ല, 799 പ്ലാൻ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് 449 പ്ലാൻ കഴിഞ്ഞാൽ ടോട്ടൽ ഒരു 570 ആ റേഞ്ചിലേ വരുള്ളൂ. അപ്പോൾ അതാണ് വേറെ സംശയം. ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാനായിട്ട് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കരുത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ. ന്യൂസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ 449 പ്ലാനിൻ്റെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ന്യൂസ് വന്നിരിക്കുന്നത്. BSNL റെഗുലറൈസ് ഫൈബർ ബേസിക് 49 പ്ലാൻ റീലോഞ്ചസ് ഓൾ പ്രൊമോഷണൽ പ്ലാൻ സ്റ്റിൽ 6 October എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് പ്രൊമോഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ഫൈബർ വാല്യൂ, ഫൈബർ പ്രീമിയം, ഫൈബർ അൾട്രാ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മെയിൻ നമ്മുടെ ഇത് പറയുന്നതിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇതാണ് കണ്ടു. അത് BSNL FTTH എന്ന് പറയുന്നത് കമ്പൾസറി ആയിട്ട് മൈഗ്രേറ്റ് ആവില്ല. എന്ന് വെച്ചാൽ 599 പ്ലാനിലേക്ക് 6 months കഴിഞ്ഞാൽ ആവില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആനുവൽ പേയ്മെൻറ്റ് ഓപ്ഷൻസും വരെ എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ ബേസിക് പ്ലാനിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് 12 months എന്തായാലും കിട്ടും. പക്ഷേ ഇത് ഒരു 95% നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഇത് തന്നെയാവുമെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പെർമനൻറ്റ് പ്ലാൻ തന്നെയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു ന്യൂസ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ വേറെ പ്ലാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്നാണ്. അത് ഓപ്ഷൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മുടെ സെൽഫ് കെയറിലേക്ക് വന്നിട്ടില്ല. അത് 9th തൊട്ട് വരുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അത് ആഡ് ആയിട്ടില്ല. പ്രൊമോഷണൽ ബേസിസ് ആണെങ്കിലും സംഭവം ഇപ്പോൾ ആഡ് ആയിട്ടില്ല. കണ്ടു ഇത് ഇവിടെ BSNL is yet to clarify whether fiber basic 449 plan is open to existing customers in other FTTH plan to change plan for migration. ഉണ്ട് ഇത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ പ്ലാൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ സെൽഫ് കെയറിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ നിങ്ങൾ സെൽഫ് കെയറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ സെൽഫ് കെയറിൽ പോയിട്ട് ഞാൻ ആക്ച്വലി അത് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. 30 Mbps ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോർമൽ അതൊക്കെ അത്യാവശ്യം ധാരാളമെന്ന് വെച്ചാൽ 570 റേറ്റൊക്കെ വരുന്നുള്ളൂ. ഇതാണെങ്കിൽ നമുക്കൊരു 712 വരും. ഞാനൊന്ന് പാസ്വേഡ് അടിക്കട്ടെ. എനിക്ക് പാസ്വേഡ് കറക്റ്റ് ഓർമ്മയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ലോഗിൻ വിത്ത് OTP അടിക്കാൻ നല്ലത്. അയ്യോ പണി മാറി. ഓക്കെ, ഞാൻ പാസ്വേഡ് അടിക്കാം. നമ്മളിപ്പോൾ സെൽഫ് കെയറിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഹോം പേജ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എന്തായാലും ഓൾറെഡി ബിൽ ജനറേറ്റ് അതിൻ്റെ ഇപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മുടെ 599 പ്ലാൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര വരെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫായിട്ട് നിങ്ങൾ കാണിക്കുന്നത് 713 ആണ് ഇപ്പോൾ ബില്ല് വന്നിരിക്കുന്നത്. ഇത് 712 713 ആ റേഞ്ചിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ചില മാസം 712 അല്ലെങ്കിൽ 713 വരും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ മോഡിഫൈ സർവീസിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക പ്ലാൻ എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇതിലേക്ക് ഞാനൊരു 2 ദിവസം 9th തീയതി തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിത് പ്ലാൻ അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ടോയെന്ന്. പക്ഷേ ഇത് വന്നിട്ടുണ്ടാകുന്നില്ല. ഞാനപ്പോൾ നമ്മുടെ LCOനൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റേ ഒരു BSNL സ്റ്റാഫായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞത് നമ്മുടെ അങ്ങനെ ഒരു മൈഗ്രേഷൻ ഓപ്ഷൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എപ്പോൾ കൺഫേം ആയിട്ട് അവരെ സെൽഫ് കെയറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മൈഗ്രേഷൻ ചിലപ്പോൾ ഓൾറെഡി വേറെ പ്ലാൻ യൂസ് ചെയ്യുന്നവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ് എൻ്റെയും ഒരു ഉറപ്പെന്ന് വെച്ചാൽ. ഞാൻ ചോദിച്ചറിഞ്ഞാലൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇപ്പോൾ വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. എന്ന് വെച്ചാൽ 9th തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ലോഡാവട്ടെ ഈ സംഭവം. നമുക്ക് സെൽഫ് കെയർ നിങ്ങൾക്ക് അറിയാം കുറച്ച് സ്ലോ ആണ് സംഭവം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി വെറുതെ അല്ല. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ സെലക്ട് പ്ലാൻ ആയിട്ട് വരും. ഇതിപ്പോൾ ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ കൊടുക്കാം. സംഭവം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൽ ഇപ്പോഴും വന്നിട്ടില്ല, കണ്ടോ. ഇതിൽ നമ്മുടെ പ്ലാൻസിൽ പക്ഷേ മെയിനായിട്ട് നമുക്ക് ഈ കോംബോ പ്ലാൻ എടുത്താൽ മതി, ബാക്കിയൊക്കെ കളയാം. എന്നുവെച്ചാൽ നമ്മുടെ കോംബോ പ്ലാനാണല്ല വേണ്ടതെന്ന് വെച്ചാൽ വോയിസും സംഭവങ്ങളൊക്കെ വേണമല്ലോ. ഇത് കണ്ടില്ല, ഫസ്റ്റ് വന്നേക്കുന്നത് തന്നെ ഫൈബർ വാല്യൂ പ്ലസ് ആണ്. ഫൈബർ വാല്യൂ വന്നിട്ടില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ 49 പ്ലാൻ അതിൽ ആഡ് ആയിട്ടില്ല ഇത്ര ആയിട്ട്. അപ്പോൾ ആഡാവെന്ന് വിചാരിക്കാൻ നമുക്ക് എന്തായാലും 9-ാം തീയതി ആഡാവെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതായിട്ട് വന്നിട്ടില്ല. പിന്നെ BSNL കാര്യം നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ സ്ലോ ആയതുകൊണ്ടായിരിക്കും, ആളില്ലാത്തതുകൊണ്ടായിരിക്കും, എന്താ അറിയില്ല. ബാക്കി കുറേ പ്ലാനുകൾ ഒരു പേരൊക്കെ മാറ്റിയ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്. ഫൈബർ സിൽവർ പ്ലസ്, ഫൈബർ റൂബി, ഫൈബർ ഗോൾഡ്, ഫൈബർ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലാൻ ഒരു പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഫൈബർ വാല്യൂ പ്ലസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 777, പണ്ടത്തെ 777 പ്ലാൻ ഉണ്ടല്ലോ, അതവർ ഈ പേര് മാറ്റി കുറച്ച് ഒരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട് ഡാറ്റയിലൊക്കെ. അതുപോലെ സ്പീഡും ഡാറ്റയിലും വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കും സ്പീഡ് നമ്മുടെ പേര് മാറ്റി വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. ഇങ്ങനെ കണ്ട് നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്താ മനസ്സിലാവില്ല എന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ കിട്ടും. കണ്ടോ, ഇത് 777 പ്ലാൻ അല്ല, 849 പ്ലാനാണ് വരുന്നത്. ഡീറ്റെയിൽസ് അവിടെ എന്താ പറയുക, ഡാറ്റയുടെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും അവർ കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു സംഭവം സെൽഫ് കെയറിൽ വന്നിട്ടില്ല, പക്ഷേ റീസെൻ്റ്ലി ആഡ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു ഫസ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ ഒരു ലാഗ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വെച്ചാൽ BSNL ആളും സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആഴ്ച കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ അതിലേക്ക് സെൽഫ് കെയറിലേക്ക് സംഭവം ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിയാൽ മതി, ഞാൻ എല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. കുറേ പേര് കണ്ടിട്ട് പോകുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ നോട്ടിഫിക്കേഷൻ ആക്കിയൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. എന്തെങ്കിലും കൊറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാ കമൻറ്റ്സും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അത്ര ലേറ്റ് ആയില്ല, എത്ര കമൻറ്റ് വന്നാലും അതിനൊക്കെ റിപ്ലൈ തരുന്നത് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, അപ്പോൾ അതിന് റിപ്ലൈ തന്നിരിക്കും. നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി, എല്ലാ കമൻറ്റ്സും റിപ്ലൈ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കൊറിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.